അങ്ങനെ ഇന്നും നമ്മളൊരു യാത്രയായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, യാത്രകൾ വേറൊരിടത്തേ അല്ല, നമ്മുടെ ജപ്പാനിലെ തന്നെ. ജപ്പാനിലെ കാഴ്ചകൾ കഴിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. കുറച്ച് വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഈ കാണുന്ന ഗോപുരത്തിനുള്ളിലെ കാഴ്ച കാണാനാണ്. അതെ, ഈ പടിപ്പുരവാതിൽ കാണാൻ പ്രത്യേക ഒരു ഭംഗിയില്ലേ? ഈ റെഡ് കളറുള്ള ഈ പടിപ്പുരവാതില് നമ്മൾ കടന്നു വേണം അകത്തെ കാഴ്ചകളിലേക്ക് ചെല്ലാൻ. ഇന്ന് നമ്മൾ ആ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. അങ്ങനെ എന്റെ കയ്യിൽ സ്ട്രോളർ ഉള്ളത് കൊണ്ട് ആ പടിപ്പുരവാതിൽ ഞാൻ കടന്നില്ല കേട്ടോ. പകരം ഇതുവഴിയേ അങ്ങ് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. കാഴ്ചകൾ എത്തിയാ മതിയല്ലോ. അകത്ത് കയറുമ്പോഴതാ ഭയങ്കര രസമുണ്ടല്ലോ കാണാൻ. നിറയെ പച്ചപ്പ് തോന്നുന്നുണ്ട്. തോന്നുന്നല്ല, ഉണ്ട്. ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടേന്നല്ല, ഒഴുക്കാണ്. അത് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി എതുവഴിയായിരിക്കും എൻട്രൻസ് എന്നുള്ളത്. കാരണം അകത്തുള്ളിൽ കടന്നപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഗേറ്റ് പോലെ നമ്മൾ കണ്ടു. അപ്പൊ ഇതിനുള്ളിലൂടെയാണോ കയറുക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുറച്ചു നേരം ഞാനൊന്ന് ശങ്കിച്ചു നിന്നതിന് ശേഷം മുന്നോട്ട് പോയി. ഇല്ല, അവിടെ ആളുകൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, അത്ര കാര്യം ഇതേ ഉള്ളൂ. ചുറ്റും ഒന്ന് ഞാൻ വീക്ഷിച്ചു, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ പകർത്താമെന്ന് വിചാരിച്ചു. അതിനുള്ള തത്രപ്പാടിലാണ്. തങ്കം നിന്ന് തരണ്ടേ, തങ്കത്തിനെ കിട്ടണ്ടേ. തങ്കം ഓടിക്കളിക്കുന്നു, ബഹളങ്ങള് എല്ലാം വേണം. അവൾക്കൊപ്പമാണല്ലോ നമ്മുടെ ഇന്നത്തെ യാത്രയും. അതെ, കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് നമ്മള് അസകുസായി ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സെൻസോജി ടെമ്പിൾ, അതായത് ബുദ്ധ ടെമ്പിളിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര മനോഹരമാണെന്ന് പറഞ്ഞില്ലേ. ഇതൊരു ഓൾഡസ്റ്റ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ടെമ്പിൾ ആണ്. അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ ഇതുപോലെ ഒരു വെള്ളം ചാടുന്ന സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ആളുകൾ വന്നിട്ട് കയ്യിലേക്കും കാലിലേക്കും എല്ലാം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനത് കുറച്ചു നേരം നോക്കി നിന്നു. അതിനിടയ്ക്ക് പ്രൗഢഗംഭീരമായ മെയിൻ എൻട്രൻസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിളിന്റെ ഉൾഭാഗം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഒഴുകുകയാണെന്നും. ചുറ്റും നിറയെ ആൾക്കാരുണ്ട്. അതിനിടയില് ഇങ്ങനെ ഒരു കൗതുകരമായ കാഴ്ച കണ്ടു. നമ്മൾ ഇതിന് കുലുക്കിയിട്ട് നമുക്കൊരു സ്റ്റിക്ക് കിട്ടും. ആ സ്റ്റിക്കിൽ എഴുതിയിരിക്കുന്ന ലെറ്റർ വെച്ചിട്ട് നമ്മൾ നോക്കണം ഇത് ഡ്രോയാന്നുള്ളത്. ആ ഡ്രോയില് നമ്മൾക്കുള്ള വിഷസ് സന്ദേശം ഉണ്ടായിരിക്കും. അങ്ങനെ ഞാനും അത് ട്രൈ ചെയ്ത് നോക്കി. എനിക്കും കിട്ടി കേട്ടോ. അങ്ങനെ ഞാൻ എന്റെ ഡ്രോ കണ്ടുപിടിച്ചു. ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് കേട്ടോ എനിക്കുള്ള സന്ദേശം. ജാപ്പനീസ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പേടിക്കണ്ട, മറുപുറത്ത് ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ നല്ല കൊട്ട് കേൾക്കുന്നുണ്ട്. എവിടെയാന്ന് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങോട്ടേക്കാണ് നമ്മൾ നടന്നെത്തിയത്. അപ്പൊ ഞാൻ കയറി വന്നപ്പോൾ ഒരു ചെറിയൊരു ഗേറ്റ് പോലെ കാണിച്ചില്ലേ, അവിടെ തന്നെ. അവിടെ ഒരു ജാപ്പനീസ് സ്ത്രീയെ ഈ കുരങ്ങിനെ വെച്ചിട്ട് ചെറിയ ചെറിയ നമ്പറുകളൊക്കെ ഇറക്കുകയാണ്. ആളുകൾ ചുറ്റും കൂടി വരുന്നതേ ഉള്ളൂ കേട്ടോ. അവന് അത് മനോഹരമായി ചെയ്തു. തങ്കത്തിന് ഭയങ്കര കൗതുകരമായിരുന്നു. തങ്കത്തിനെ പക്ഷെ ഞാൻ എടുക്കണം, ഉള്ളിൽ അവൾക്ക് പേടിയുള്ളത് കൊണ്ടാണോ എന്തോ. ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. എനിക്ക് കുറച്ച് ആശ്ചര്യം തോന്നി. ഇവനിതെങ്ങനെ പഠിച്ചെടുത്തു? നല്ല ട്രെയിനിങ് കിട്ടിക്കാണും അല്ലേ? അപ്പൊ അടുത്ത നമ്പറുകൾ ഇറക്കാനുള്ള പ്ലാനിലാന്ന് തോന്നുന്നു. നോക്കാം. എന്തായാലും നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ കുട്ടിക്കുറുമ്പൻ കുറച്ച് കുസൃതിയുള്ളവനാണേ, അത് പറയാതെ വയ്യ. അവന് കുറച്ച് മടിയൊക്കെ കാണിക്കുന്നുണ്ട്. അവര് പല നമ്പറുകൾ ഇറക്കുന്നുമുണ്ട്. ബ്രില്യന്റ് ആണേ, പറയാതെ വയ്യ. അവന്റെ ഒരു ചെറിയ നമ്പർ ഞാൻ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഇതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചത് അവരുടെ കയ്യിലും ഈ കുരങ്ങച്ചനുമായിട്ട് ബന്ധിപ്പിച്ച ചെറിയൊരു കയറുണ്ട്. അത് അവൻ ഓടിപ്പോവാതിരിക്കാനായിരിക്കും കേട്ടോ. കയറിന്റെ ബന്ധം അഴിച്ചു കഴിഞ്ഞാൽ അവന് രക്ഷപ്പെടാമല്ലോ. എനിക്ക് പക്ഷെ ഇത്തരം രീതികളോടൊന്നും താല്പര്യമില്ല. നമുക്ക് കണ്ടിരിക്കാനും രസിക്കാനും ഒക്കെ ഇഷ്ടമാണ് ഇത്തരം കാഴ്ചകളെല്ലാം. പക്ഷെ മനസ്സിൽ എനിക്കൊരു നോവുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആളുകളെ തൃപ്തിപ്പെടുത്താനും അവർക്കൊരു വരുമാന മാർഗമായിരിക്കാം.
ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഇത് കണ്ട് ആസ്വദിക്കുമ്പോഴും അവന്റെ കുറുമ്പുകൾ കാണുമ്പോഴും എന്റെ മനസ്സിലൂടെ ചിന്തിച്ചു പോയത്, അല്ലെങ്കിൽ എന്റെ മനസ്സിലൂടെ കടന്നുപോയത് അതൊക്കെ തന്നെയായിരുന്നു. ഞാൻ അവനെ തന്നെയായിരുന്നു ചിന്തിക്കുന്നത്. ഇവരുടെ താളത്തിന്, ഇവരുടെ ബന്ധനത്തിനൊപ്പം ആളുകളെ ത്രസിപ്പിക്കണം. ആളുകൾ ചിരിക്കുന്നുണ്ട്, കരഘോഷം മുഴക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവൻ സന്തോഷവാനാണോ? അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. ചിലപ്പോ എന്റെ ചിന്തകളുടെ പ്രശ്നമായിരിക്കാം കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു. എന്തായാലും യാത്ര കഴിയുന്നില്ല കേട്ടോ. കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നേയായിരിക്കും. സ്റ്റേ ട്യൂൺ.